ഭാരതത്തിൻ്റെ അത്യാധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനമായ AMCA പദ്ധതിയുടെ ഭാവി സുരക്ഷയെക്കുറിച്ചുള്ള നിർണായകമായ ചർച്ചയാണ് ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പരമ്പരാഗത റഡാർ തരംഗങ്ങളെ മാത്രം പ്രതിരോധിക്കുന്ന രീതിയിൽ വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്താൽ പോരെന്നും ഭാവിയിലെ ക്വാണ്ടം റഡാർ പോലെയുള്ള അത്യാധുനിക ഫെൻസിംഗ് സാങ്കേതിക വിദ്യകളെ കൂടി മുൻകൂട്ടി കണ്ട് പ്രതിരോധ തന്ത്രങ്ങൾ രൂപീകരിക്കണമെന്നും മുൻ DRDO ഡയറക്ടർ ജനറൽ ഡോക്ടർ സുമ വർഗീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സാങ്കേതിക രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഇക്കാലത്ത് രാജ്യത്തിൻ്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ വരാനിരിക്കുന്ന ഭീഷണികളെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വിദഗ്ധ അഭിപ്രായം. ഇന്ത്യയുടെ തദ്ദേശീയമായ ആദ്യ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ നിർദ്ദേശം ഏറെ പ്രസക്തമാകുന്നത്. ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കാൻ കുറഞ്ഞ റഡാർ പ്രതിഫലന ശേഷി ആയുധങ്ങൾ വിമാനത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്ന സംവിധാനം, അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധമുറകൾ, സെൻസർ ഫ്യൂഷൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് AMCA രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു യുദ്ധവിമാനം വികസിപ്പിച്ചെടുത്ത് ദീർഘകാലം സേവനം അനുഷ്ഠിക്കുന്നതിനിടയിൽ ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഇന്നുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭീഷണികൾ മാത്രം മുൻനിർത്തി നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് നാളത്തെ അത്യാധുനിക സെൻസറുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ക്വാണ്ടം സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ പരമ്പരാഗത സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും കണ്ടെത്താൻ കഴിയുന്ന ക്വാണ്ടം റഡാർ പോലെയുള്ള സംവിധാനങ്ങൾ ഭാവിയിൽ യാഥാർത്ഥ്യമായേക്കാം. നിലവിൽ ഇത്തരം സംവിധാനങ്ങൾ പൂർണ്ണമായി യുദ്ധരംഗത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിലും ഭാവിയിലെ വ്യോമയുദ്ധ മേഖലയിൽ ഇവ നിർണായക പങ്ക് വഹിച്ചേക്കാം. പരമ്പരാഗത സ്റ്റെൽത്ത് എന്നാൽ റഡാറുകളിൽ നിന്ന് വിമാനത്തെ പൂർണ്ണമായി മറച്ചു പിടിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ നിയന്ത്രിക്കുക, ഇലക്ട്രോണിക് യുദ്ധമുറകൾ പ്രയോജനപ്പെടുത്തുക, ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളെ കബളിപ്പിക്കുക തുടങ്ങിയ വിവിധ തന്ത്രങ്ങളുടെ സംയോജനമാണിത്. ഭാവിയിൽ ശത്രുവിൻ്റെ റഡാറുകൾക്ക് വിമാനത്തെ ദൂരത്ത് നിന്ന് കണ്ടെത്താൻ സാധിച്ചാൽ പോലും അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ആക്രമിക്കുന്നതിൽ നിന്ന് തടയാൻ തക്കവണ്ണമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. റേഡിയോ ഫ്രീക്വൻസി സിഗ്നേച്ചറുകൾ കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നേച്ചറുകളെ ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ ഭാവി യുദ്ധവിമാന ഗവേഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നൂതന മെറ്റീരിയലുകൾ, മൾട്ടിസ്പെക്ട്രൽ സിഗ്നേച്ചർ മാനേജ്മെൻറ്റ്, അഡാപ്റ്റീവ് ഇലക്ട്രോണിക് വാർഫെയർ, ഇൻഫ്രാറെഡ് സപ്രഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഇതിനായി പ്രയോജനപ്പെടുത്താം. വിമാനം നിർമ്മിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ ചെലവേറിയതും പ്രയാസകരവുമായ കാര്യമാണ്. എന്നാൽ AMCയുടെ പ്രാരംഭ ഡിസൈൻ ഘട്ടത്തിൽ തന്നെ ഭാവിയിലെ സാങ്കേതിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള രൂപകൽപ്പനയാണ് വേണ്ടത്. ഭാവിയിൽ വരാനിരിക്കുന്ന AMCA MK2 പോലെയുള്ള പതിപ്പുകളിൽ കൂടുതൽ ശക്തമായ എഞ്ചിനുകളും വലിയ ആയുധവാഹക ശേഷിയും സജ്ജീകരിക്കുമ്പോൾ തന്നെ ഈ നൂതന സെൻസർ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ കൂടി ഉൾപ്പെടുത്താനുള്ള സുവർണാവസരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ക്വാണ്ടം സെൻസിങ്, ഫോട്ടോണിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോണമസ് സിസ്റ്റങ്ങൾ എന്നിവയെല്ലാം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നത് വിമാനത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് എന്നും വരാനിടയുള്ള സങ്കീർണമായ സെൻസർ പരിസ്ഥിതിയെ നേരിടാൻ നമ്മുടെ വ്യോമ പ്രതിരോധ ആർക്കിടെക്ചർ കൂടുതൽ കരുത്തുറ്റതായി മാറ്റേണ്ടതുണ്ടെന്നും ഈ മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു. AMCA പദ്ധതിയിൽ ഭാവിയിലെ ക്വാണ്ടം റഡാറുകളെ കൂടി പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തണമെന്ന മുൻ DRDO ഡയറക്ടറുടെ മുന്നറിയിപ്പും അതിനനുസൃതമായ നയപരമായ മാറ്റങ്ങളും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക തന്ത്രങ്ങളെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ ഈ ദീർഘവീക്ഷണത്തോടു കൂടിയ പ്രതിരോധ ഒരുക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെയും വ്യോമമേഖലയിലെ മേധാവിത്വ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. സാങ്കേതികമായി അതിവേഗം വളരുന്ന ആഗോള വ്യോമയുദ്ധ രംഗത്ത് ഇന്ത്യ എപ്പോഴും ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സന്ദേശമാണ് ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുന്നത്. പരമ്പരാഗത റഡാർ സംവിധാനങ്ങളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകൾ മാത്രമാണ് നിലവിൽ പല രാജ്യങ്ങളും ആശ്രയിക്കുന്നത്. എന്നാൽ ചൈനയെപ്പോലെയുള്ള രാജ്യങ്ങൾ ഭാവിയിൽ ക്വാണ്ടം റഡാറുകളും അത്യാധുനിക സെൻസിംഗ് സംവിധാനങ്ങളും ഉപയോഗിച്ച്
ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ പദ്ധതിയിടുമ്പോൾ അതിനെ മുൻകൂട്ടി പ്രതിരോധിക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ നീക്കം അവരുടെ മുഴുവൻ നിരീക്ഷണ തന്ത്രങ്ങളെയും പൊളിച്ചെഴുതാൻ പ്രാപ്തമാണ്. റേഡിയോ ഫ്രീക്വൻസി സിഗ്നേച്ചറുകൾ മാത്രമല്ല, വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിലെ വിവിധ ഭാഗങ്ങളെ ഒരേ സമയം നിയന്ത്രിക്കാനും കബളിപ്പിക്കാനും കഴിയുന്ന നൂതന മെറ്റാ മെറ്റീരിയലുകളും മൾട്ടി സ്പെക്ട്രൽ മാനേജ്മെൻറ്റും AMCAയിൽ ഉൾപ്പെടുത്തുമ്പോൾ ചൈനയുടെ അത്യാധുനിക റഡാറുകൾക്ക് പോലും ഇന്ത്യയുടെ ആകാശ കോട്ടയെ തകർക്കാൻ കഴിയാതെ വരും. ഇത് ശത്രു രാജ്യങ്ങളുടെ റഡാർ സാങ്കേതിക വിദ്യകളിൽ കോടിക്കണക്കിന് രൂപയുടെ മുതൽ മുടക്ക് നടത്തുന്ന ചൈനീസ് പ്രതിരോധ ഗവേഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് നിർമ്മിത റഡാർ സംവിധാനങ്ങളെയും യുദ്ധവിമാനങ്ങളെയും ആശ്രയിച്ചാണ് അവരുടെ വ്യോമസേന പ്രധാനമായും നിലനിൽക്കുന്നത്. ഇന്ത്യ തങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഭാവിയിലെ ഭീഷണികളെപ്പോലും നേടാൻ കഴിയുന്ന ആധുനിക കൗണ്ടർ സെൻസിംഗ് സാങ്കേതിക വിദ്യകൾ സജ്ജീകരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പക്കലുള്ള നിലവിലുള്ളതോ ഭാവിയിൽ ചൈന നൽകാൻ പോകുന്നതോ ആയ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും അപര്യാപ്തമായി മാറും. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യക്ക് മേൽ വ്യോമാധിപത്യം സ്ഥാപിക്കാമെന്ന പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കണക്ക് കൂട്ടലുകളെയാണ് ഈ സാങ്കേതിക മുന്നേറ്റം തകിടം മറിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കടക്കാതെ തന്നെ ശത്രുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകാനും AMCAയ്ക്ക് സാധിക്കുന്നത് പാകിസ്ഥാൻ്റെ കടുത്ത അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും. കൂടാതെ AMCAയുടെ ഡിസൈൻ ഘട്ടത്തിൽ ഇത്തരം ഭാവി സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സൈനിക ഉൽപ്പാദന ശേഷിയെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടുന്നു. ചൈന തങ്ങളുടെ J-20 പോലെയുള്ള 5ാം തലമുറ വിമാനങ്ങളിലൂടെ ഏഷ്യയിൽ നടത്തുന്ന ആധിപത്യ നീതികൾക്ക് ശക്തമായ ഒരു തടയിടാൻ ഇന്ത്യയുടെ ഈ സാങ്കേതിക നീക്കത്തിന് സാധിക്കും. ശത്രുക്കളുടെ ഏത് അത്യാധുനിക നിരീക്ഷണങ്ങളെയും മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് കഴിയുമെന്ന അവസ്ഥ വരുമ്പോൾ അത് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കത്തിൽ കേവലം നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾക്കുമപ്പുറം ഭാവിയിലെ സാങ്കേതിക യുദ്ധങ്ങളെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റം ചൈനയെയും പാകിസ്ഥാനെയും പോലെയുള്ള ശത്രുക്കളെ മറികടന്ന് ഇന്ത്യയുടെ ആധിപത്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാകും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.